ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ രാവിലെ തന്നെ ഹൗസിനുള്ളിൽ നടക്കാൻ പാടില്ലാത്ത കുറച്ചധികം തന്നെ കാര്യങ്ങൾ തന്നെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ ഷാനവാസിന് ഗുരുതരമായ രീതിയിലുള്ള ഒരു വയ്യാതാകലാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ബിഗ് ബോസ് എല്ലാവർക്കും വാർണിംഗ് ഒക്കെ കൊടുത്ത് ഇരുത്തിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകേണ്ട കാര്യം, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് വലിയ സെൻറ്റിമെൻറ്റ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാവർക്കും അങ്ങോട്ട് നിങ്ങളെ പഴിചാരാനും അല്ലെങ്കിൽ വേറൊരാളെ പഴിചാരാനും മാത്രമാണ് കൂടുതലും തിടക്കം കാട്ടി നിൽക്കുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു അവിടെ ഷാനവാസ് വയ്യാതായ കുറച്ചെങ്കിലും വിഷമമുള്ളത് എനിക്ക് തോന്നുന്നു അനീഷിന് മാത്രമാണ്. ഹൗസിലുള്ള മറ്റ് കണ്ടസ്റ്റൻസ് എല്ലാം തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്ന സമയത്താണെങ്കിൽ കൂടി ഒന്നും മിണ്ടാതെ ഷാനവാസിനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അനീഷിനെ മാത്രമാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാരണമാണ് അങ്ങനെ ഉണ്ടായത്, അല്ലല്ല നിങ്ങൾ തന്നെ കാരണമാണ് അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഒരു മനുഷ്യൻ പോലും ബിഗ് ബോസ് എങ്ങനെയുണ്ട് ഷാനവാസിക്ക്, ഷാനവാസിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള രീതിയിലുള്ളൊരു ചോദ്യം പോലും ആരുടെ വായിൽ നിന്നും വന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആരാണ് റിയൽ ആരാണ് ഫേക്ക് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അങ്ങനെയൊന്നും പറയാൻ സാധിക്കത്തില്ല. എല്ലാവരും ഇവിടെ ഗെയിം തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹ്യൂമാനിറ്റി വെച്ച് കളിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ ചുരുക്കം തന്നെയാണ്. എന്നാലും അവൻ വെറും വൃത്തികെട്ടവൻ തന്നെയാണ്. അവൻ്റെ നാടകമാണ്, അവൻ ചെകുത്താനാണ്, അവൻ സെൻറ്റിമെൻറ്റ്സ് കാർഡ് ഇറക്കുന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ തന്നെ പറയുന്ന ആദിലേനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതെല്ലാം പറയുന്ന അക്ബറിനെയാണ്. അക്ബർ ഇവിടെ പഠിച്ച കള്ളനായിട്ട് നിന്നാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നു. തിരിച്ച് അക്ബർ പറയുന്നു, ഒരാളെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്തൊക്കെയാണോ അയാളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുവാണ് എന്നുള്ള രീതിയിലൊക്കെ തന്നെ പറയുന്നത് എന്നുള്ള രീതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തന്നെ പഴിചാരിക്കൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റൻസിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഓൾറെഡി കഴുകി വെച്ചേക്കുന്ന പാത്രമാണ്, ഓക്കെ, അതിനകത്ത് ചിലപ്പോൾ ചെറിയ പൊടിയൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയിട്ടൊന്ന് വെച്ചാൽ മതി, ഓക്കെ. അപ്പോൾ അതിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ ക്യാപ്റ്റന്മാർ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രമാത്രമാണ് ഉള്ളത്. ഇവിടെ ആരും ഇവിടെ ഹ്യൂമാനിറ്റി വെച്ച് ഗെയിമൊന്നും കളിക്കുന്നൊന്നുമില്ല. എല്ലാവരും ഗെയിം വരുന്ന സമയത്ത്, അതായത് ആർക്കെന്തെങ്കിലും വയ്യാതാവുകയാണെങ്കിൽ കൂടിയും അതിനെ വേറൊരു രീതിയിലോട്ട് കൊണ്ടുപോകുന്ന കണ്ടസ്റ്റൻസിനെ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആരും അത്ര നല്ല പുള്ളകളൊന്നും അല്ല എന്നുള്ളത് തന്നെയാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്.